നാട്ടിൽ പോയി ഒരു കല്യാണത്തിന്. അപ്പം എന്നോട് ഒരു ചോദിച്ചു, റിട്ടയർഡായില്ലേ, തിരിച്ചു വരാനായില്ലേ ചോദിച്ചു. ഞാൻ പറയും തീരുമാനിച്ചില്ല, കാരണം മലപ്പുറംകാരുടെ സ്നേഹം നിങ്ങൾക്കറിയില്ല, ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ഇപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ പോയി അവരോട് നാട്ടുകാരോട് പറഞ്ഞത്. ആലപ്പുഴയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ നടേശേട്ടനോട് ഞാൻ ആദ്യമായി ഒരു അഭിനന്ദനം, നന്ദി അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ ഈ ലോകത്ത് അറിയാനും അനുഭവിക്കാനും ഒരുപാട് കഥകൾ പങ്കുവെക്കുവാനും കാരണമായല്ലോ. അത് നടേശേട്ടൻ്റെ ഈ തമാശ കൊണ്ടാണ്. അദ്ദേഹം SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. വയറിൻ്റെ അസുഖമാണ് എന്ന് പറഞ്ഞാൽ വയറിന് അസുഖം ഉണ്ട് എന്നുള്ളതല്ല, കീസ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് വയറ് വെറുപ്പിക്കാനുള്ള പണിയാണ്. എക്സ് മുസ്ലിംസിനെ കൊണ്ട് പറഞ്ഞ മാതിരി യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് പോലെ സമുദായത്തിന് അയാൾ എന്തെങ്കിലും ചെയ്തിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമാശ പറഞ്ഞു. എന്ത്, മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ ഒരു പ്രത്യേക തരം ആളുകളാണ്, ഒരു പ്രത്യേക തരം സംസ്ഥാനമാണ്, രാജ്യമാണെന്നൊക്കെ പറഞ്ഞു. അയാൾ സ്കൂൾ പോകാത്തതിൻ്റെ പ്രശ്നീകരം, അല്ലെങ്കിൽ ഞായറാഴ്ച സ്കൂൾ പോകാതുകൊണ്ടേക്കാരം. ഇവിടെ ഇന്ത്യ മഹാരാജ്യം ാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അയാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ, ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിരിക്കും. ഈ കേരളത്തിലെ 14 ജില്ലകളിൽ ഒന്നാണ് നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയിലുള്ള സ്നേഹം ആ ടീച്ചറും സാറും വേറെയും ഒരുപാട് ആളുകൾ പങ്കുവെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലേൻ്റെ സ്നേഹം. പ്രത്യേകിച്ച് കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല. പെറ്റമ്മയെ കണ്ടപ്പോൾ പോറ്റമ്മയെ വിട്ടുപോകാൻ മടി നേട്ടിട്ടില്ലേ. അവരുടെ പോറ്റില്ലമാണ് ഇവിടെ. ഈ പോറ്റില്ലം വിട്ട് അവരുടെ പെറ്റില്ലത്തേക്ക് പോകാൻ അവർക്ക് മടിയാണ്. കാരണം അത്രത്തോളം സ്നേഹം കൊണ്ട് കൊല്ലുകയാണ് മലപ്പുറം ജില്ലക്കാർ. നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ ഈ മാപ്പിള ജാതിക്കാർക്ക് ഒരു വ്യത്യാസം ഉണ്ട്. എന്താ പറയുക, പ്രത്യേകത ഉണ്ട്. അവർക്ക് മാപ്പിള ജാതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹം അവർക്ക് മറ്റു മതസ്ഥരോടേക്കാണ്. പ്രത്യേകിച്ച് താഴ്ന്ന ജാതിപ്പെട്ട ആളുകളുടെയൊക്കെ പ്രത്യേക സ്നേഹമാണ്. അവർ സ്നേഹം കൊണ്ട് എന്തൊക്കെ കൊടുക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണമായാലും വേണ്ടില്ല, വെള്ളമായാലും വേണ്ടില്ല, പണമായാലും വേണ്ടില്ല, അവരെ ജീവൻ തന്നെ കൊടുക്കും. മുമ്പുള്ള പ്രളയകാലവും മറ്റൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൊയ്ന്ത് കണ്ണിക്കടയൊക്കെയാണ് നമ്മുടെ നടേശൻ സാറിനുള്ളത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തമാശ അതൊക്കെ പറയും, നമ്മളെ PC ജോർജിനെ പോലെ തന്നെ. ഇതൊന്നും ഉള്ളിൽ തട്ടി പറയണമല്ല, അവർക്കറിയാം മലപ്പുറം ജില്ലേൻ്റെ സ്നേഹം. പിന്നെ മലപ്പുറം കത്തി എന്ന് പറയുന്നത് അതെന്ത് വെച്ചാൽ അടക്ക ചരണ്ടാൻ വേണ്ടിയിട്ടും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പണ്ട് കാലത്ത് നമ്മളെ ഉപ്പമാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അവരുപയോഗിച്ചതായിരിക്കും. അത് അറബികൾക്കുണ്ട്. പിന്നെ വാള് അരയിൽ തിരികുന്നൊരു പരിപാടി, ഒരാളെ കൊല്ലാനൊന്നുമല്ല, സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടും മറ്റും. അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്, ആ നാടിൻ്റെ ഒരു സ്റ്റൈലാണ്. അതുപോലെ മലപ്പുറം കത്തി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം. അത് പല മൾട്ടി പർപ്പസാണ്, ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നല്ല. എന്നാൽ അമേരിക്കയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൈസൻസുള്ള തോക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികാരമുണ്ടല്ലോ. അതിനർത്ഥം അവരൊക്കെ ഭീതികളും തീവ്രവാദികളും ഒന്നാണോ? ഇയാളെ ഇവിടുത്തെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും മലപ്പുറം ജില്ലേൻ്റെ സ്നേഹത്തെക്കുറിച്ച്. അപ്പോൾ നടേശൻ സാറിനോട് എനിക്ക് വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയണം. നമ്മളെ PC അച്ഛനോട് എനിക്കതാ പറയുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയണം. അപ്പോഴെന്താവുള്ളൂ, നമ്മളെ ഈ യഥാർത്ഥ കാര്യങ്ങൾ ആളുകൾ അറിയുള്ളൂ. ഇപ്പം കേരള സ്റ്റോറി എന്നുള്ള സിനിമ ഇറങ്ങിയപ്പം കേരളത്തിനെ കുറിച്ച് മൊത്തത്തിൽ എല്ലാ ലോകത്തും അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്നുള്ള അറിയാൻ കഴിഞ്ഞു. അതുവരെ ഇങ്ങനെ മണ്ണിട്ട് ഉറങ്ങി കിടക്കിയിരുന്നു. കേരള സ്റ്റോറിൻ്റെ ഇറങ്ങിയോട് കൂടി പിന്നെ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ലോകം അറിയാൻ തുടങ്ങി. അതുപോലെ മലപ്പുറം ജില്ലേനെ കുറ്റം പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല എന്താണെന്നുള്ളത് ലോകം അറിയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഓരോ തമാശകൾ ഇങ്ങനെ പറയണം. അപ്പോഴെന്താവുള്ളൂ, ലോകത്തുള്ള ആളുകൾ മലപ്പുറം ജില്ലേനെ കുറിച്ച് അറിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട സത്യത്തിൽ ചായ വാങ്ങിത്തരാണ്. ഇത്രയും ദൂരമായതുകൊണ്ടാണ്. എവിടുന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ചായ അല്ലെങ്കിൽ മന്തിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ കേട്ടോ. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം, അടുത്തൊരു വിഷയമായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വർഗീയതയില്ലാത്ത എൻ്റെ ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ 1 കോടി ശതകോടി ഹൃദയപ്പൂക്കൾ.